പത്തനംതിട്ടയിൽ ഉറങ്ങിക്കിടന്ന ഗൃഹനാഥന്റെ കാലിൽ പാമ്പ് ചുറ്റി. മണ്ണാറുകുളഞ്ഞി സ്വദേശി രമേശന്റെ കാലിലാണ് വിഷപ്പാമ്പ് ചുറ്റിയത്. കാലിൽ അസ്വാഭാവികമായ തണുപ്പ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് രമേശൻ പെട്ടെന്ന് കാൽ കുടഞ്ഞതിനാൽ കടിയേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. കാൽ കുടഞ്ഞപ്പോൾ മുറിക്കുള്ളിലേക്ക് തെറിച്ചു വീണ പാമ്പ് പിന്നീട് ജനലിലൂടെ തൊട്ടടുത്ത മുറിയിൽ ടിവിക്കുള്ളിലേക്ക് കയറുകയായിരുന്നു. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പ്രശസ്ത പാമ്പ് പിടുത്തുകാരൻ മാത്തുക്കുട്ടി സ്ഥലത്തെത്തി. തുടർന്ന് ഏറെ സാഹസികമായാണ് ടിവിക്കുള്ളിൽ ഒളിച്ചിരുന്ന പാമ്പിനെ പുറത്തെടുത്തത്. രമേശന്റെ വാക്കുകളിലേക്ക്. ഇന്ന് രാവിലെ ഒരു 3-3:30 കാണും. വെളിയിൽ പോയി കയറി വന്ന് കിടക്കാൻ തുടങ്ങി. കിടന്ന ഒരു 5 മിനിറ്റ് ആയില്ല. അപ്പോൾ കാലിൻ്റെ അവിടെ ഒന്ന് അനങ്ങി. അപ്പം ഞാൻ കാലുകൊണ്ട് തന്നെ നോക്കി ലൈറ്റ് ഇട്ടേക്കുമായിരുന്നു. ഒരു കാലിൻ്റെ അവിടെ അനങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പം വാല് മാത്രം കണ്ടു. പിന്നെ ഞാൻ അതുപോലെ പിന്നെ കണ്ണു തുറന്ന് നല്ലവണ്ണം നോക്കിയപ്പം പാമ്പാണ്. തലയില്ല, വാലും പകുതി മുക്കാലും എൻ്റെ കാലയിൽ ചുറ്റിയിരിക്കുമോ. ഞാൻ കുടഞ്ഞിട്ടൊന്നും പോകുന്നില്ല. ലാസ്റ്റ് നല്ലപോലെ കുടഞ്ഞപ്പോൾ തലയും നീളക്കൂടലായതുകൊണ്ട് ബാക്കി ആടി കിടക്കുന്നതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ പിന്നെ ഭിത്തി അടിച്ചപ്പം തറയിൽ പോയി. അങ്ങനെ പോയി ജനലേ കയറി ചുറ്റി. പിന്നെ അത് എങ്ങോട്ടും ഇറങ്ങുന്നുമില്ല. ഞങ്ങൾ ആവനെ നോക്കിയിട്ട് എങ്ങും പോകുന്നില്ല. പിന്നെയാണ് വിളിച്ച് പറഞ്ഞതും വന്ന് രാവിലെ വന്ന് പിടിച്ചതും ടി വിക്കകത്ത് കയറി. ഏതായാലും എന്തോ ഗ്രഹപ്പെട്ട സമയം, അതോ നമ്മൾ ആ സമയത്ത് മുറ്റത്ത് ഇറങ്ങാനും ഇത് കാണാനും അല്ലെങ്കിൽ ഒരു വലിയൊരു സംഭവം ഉണ്ടായതിന് തണുപ്പ്. ആ തണുപ്പുകൊണ്ടാണ് നോക്കിയത്. നോക്കിയപ്പോൾ ഇങ്ങനെ കിടക്കുന്നു. ഏറ്റവും ഓർണം. പിന്നെ പുള്ളിയെ വന്ന് പിടിച്ചുകൊണ്ട് പോയി. പക്ഷെ എന്തായാലും കൊള്ളാം. ആ സമയത്ത് വേറെ ആരും ഞാനല്ല, വേറെ പിള്ളേരെ വല്ലതും ആയിരുന്നെങ്കിൽ. അത്യധികം വിഷമുള്ള ശംഖുവരയൻ പാമ്പിനെയാണ് പിടികൂടിയത്. പിന്നീട് പാമ്പിനെ വനംവകുപ്പ് അധികൃതർക്ക് കൈമാറി. ടിവിയിൽ നിന്ന് പാമ്പിനെ പുറത്തെടുത്തപ്പോഴാണ് ഉറക്കത്തിൽ തന്റെ കാലിൽ തട്ടിയ തണുപ്പ് മാരക വിഷമുള്ള പാമ്പായിരുന്നു എന്ന് രമേശൻ തിരിച്ചറിയുന്നത്. ഇതിന്റെ ഞെട്ടലിലും ജീവൻ തിരിച്ചു കിട്ടിയതിലുള്ള ആശ്വാസത്തിലുമാണ് കുടുംബം. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. ഈ വേനൽ അവധിക്കാലം ആഘോഷിക്കൂ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിനൊപ്പം. റൈഡുകളിലൂടെ പ്രായഭേദമന്യേ ആർത്തുല്ലസിക്കാം. വരൂ, ഹാപ്പി ലാൻഡിനോടൊപ്പം ആഘോഷിക്കാം. ഹാപ്പി ലാൻഡ്, വെമ്പായം, തിരുവനന്തപുരം.